കേരളത്തിൽ ഓരോ വർഷവും അരങ്ങിലെത്തുന്ന നാടകങ്ങൾ ആദ്യം കാണാൻ ഭാഗ്യമുള്ള ഒരു ഗ്രാമമുണ്ട്, തിരുവനന്തപുരത്ത്. നാടകങ്ങളെയും നാടകക്കാരെയും നെഞ്ചിലേറ്റുന്ന ഒരു നാടിന്റെ കഥ. ഏതാണ് ആ നാടെന്നറിയണ്ടേ? ആ നാടിന്റെ കഥ അറിയണ്ടേ? കാണാം. പ്രിയ സദസ്സിന് പത്മശ്രീ തിലകന്റെ ഇത് പുല്ലാമ്പരം പഞ്ചായത്തിലെ മുത്തിപ്പാറ എന്ന ഗ്രാമം. നാടക ബെല്ല് കേട്ട് ഉണരുകയും കർട്ടൻ വീഴുമ്പോൾ ഉറങ്ങുകയും ചെയ്യുന്ന വലിയൊരു നാടക കളരി പോലെ ഒരു നാട്. 4 വർഷം മുമ്പാണ് ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറയിൽ തുടങ്ങുന്നത്. അതോടെ ഈ ഗ്രാമത്തിന്റെ ജീവിതവും നാടകത്തിനൊപ്പമായി. ഉത്സവപ്പറമ്പുകളിലേതുപോലെ വലിയ ശബ്ദത്തിലാണ് ഇവിടെ പരിശീലനം നടക്കുന്നത്. എന്നാൽ ആർക്കും പരാതികളോ പരിഭവമോ ഇല്ല. പരിശീലനം പൂർത്തിയാക്കി ആദ്യ അവതരണത്തിന് മുമ്പ് 2 ദിവസമാണ് നാട്ടുകാർക്ക് മാത്രമായി നാടകം അവതരിപ്പിക്കുന്നത്. അതായത് നാടകം കാണാൻ മുത്തിപ്പാറക്കാർക്ക് വേറൊരിടത്തും പോകേണ്ട. ഫൈനൽ കഴിഞ്ഞിട്ട് വരും, എന്നിട്ട് അടുത്ത ടീം വരും. മിക്ക നാടകമല്ല, എല്ലാ നാടകവും കാണും. ആൾക്കാർക്ക് എല്ലാ സപ്പോർട്ടാണ്. ഉത്സവപ്പറമ്പിൽ പോകണ്ട, തൊട്ടടുത്ത് നിന്ന് തന്നെ കാണാം. ഇവിടെ കഴിഞ്ഞിട്ടാണ് പിന്നെ പറമ്പുകളിൽ പോണത്. നാടകങ്ങളെ നെഞ്ചേറ്റുന്ന നാട്ടിലേക്ക് പരിശീലനത്തിനെത്താൻ നാടകക്കാർക്കും ഏറെ സന്തോഷം. നാട്ടുകാരാണ് നമ്മുടെ നിലനിർത്തുന്നത്. ഭയങ്കര നാടക ആസ്വാദകരാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നാടകത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാളാണ്, വിജയൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം, ഇങ്ങനെ ഒരു നാടകക്കാരുടെ ദിവസവും നാടകക്കാർ വന്നു പോകുന്ന, അല്ലെങ്കിൽ നാടകങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഈ നാട്ടുകാരെയും കൂടെ കാണിച്ചു പോകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിലാഷത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു ഈ ഓഡിറ്റോറിയം ഉണ്ടായത് തന്നെ. എൻ്റെ മകൾ മരിച്ചു, ആ മകളുടെ പേരിലാണ് ഈ ധന്യ നാടകഗ്രാമം എന്ന് പറയുന്നത്. പത്മശ്രീ തിലകന്റെ അക്ഷരജ്വാലയുടെ വാർത്ത എന്ന നാടകത്തിന്റെ അവസാനവട്ട പരിശീലനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഓരോ മൊബൈലും എഡിറ്റർമാരില്ലാത്ത ന്യൂസ് റൂമുകളായി മാറുന്ന വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നാടകം വിരൽ ചൂണ്ടുന്നത്. മനുഷ്യവംശത്തിന്റെ നാശം, പിഴച്ച വാർത്തകൾ. നാടക സംഘത്തിന് മഹാനടൻ തിലകന്റെ പേര് വന്നതിനെപ്പറ്റി നിർമ്മാതാവ് അമ്പലപ്പുഴ സി രാധാകൃഷ്ണൻ തന്നെ പറയും. അമ്പലപ്പുഴ അക്ഷരജ്വാല തിലകൻ ചേട്ടൻ്റെ ആ നാമധേയം നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാനം. ഞങ്ങൾ അക്ഷരജ്വാല എന്നുള്ളത് അദ്ദേഹം മരണശേഷം ഞങ്ങൾ അതിനെ പേര് മാറ്റി പത്മശ്രീ തിലകൻ്റെ അക്ഷരജ്വാല എന്നാക്കിയത്. അത് സന്തോഷമായി പോകുന്നു. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടാവണം. നാടകങ്ങൾ മാത്രമല്ല, ബാലെ സംഘങ്ങളും ഇവിടെ പരിശീലനത്തിന് എത്താറുണ്ട്. വർഷങ്ങളോളം നാടക സംഘത്തിനൊപ്പം പ്രവർത്തിച്ച മുത്തിപ്പാറ സ്വദേശി വിജയനാണ് നാടക ഗ്രാമത്തിന്റെ ഉടമ. ഞാൻ നാടകത്തിലൊരു സെറ്റ് വർക്കറായിരുന്നു. അപ്പം അതിൽ നിന്നും വിട്ടു നിന്നപ്പോൾ എനിക്ക് നാടകക്കാരുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയതാണ് ധന്യ നാടകഗ്രാമം. നാട്ടുകാർ നല്ല സപ്പോർട്ടാണ്. ഇവിടെ ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ്. സെറ്റ് വർക്കിനും അഭിനയിക്കാനും ഒക്കെ ഒരുപാട് പേരുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇനിയും ഒരുപാട് നാടകങ്ങളും നാടകക്കാരും ധന്യ നാടക ഗ്രാമത്തിലേക്ക് വരട്ടെ, പരിശീലിക്കട്ടെ. മുത്തിപ്പാറക്കാരുടെ മനസ്സ് നിറച്ച് ലോകത്തിലെ വിവിധ വേദികളിലേക്ക് പോകട്ടെ. ക്യാമറാമാൻ MG മഞ്ജുഷിനൊപ്പം VS അനു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.